പ്രോസസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിതില്ലേ നമ്മളെ ഹോണ്ടേൻ്റെ CB350RSൻ്റെ ചെറിയൊരു റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. ഈ ഒരു വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 2021 മോഡലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2020 ലോഞ്ച് ചെയ്ത ഹൈനസിൻ്റെ റെട്രോ സ്പോർട്സ് മോഡലായിട്ടുള്ള വണ്ടിയാണ് CB350RS. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്ടീൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരു റൗണ്ട് ഹെഡ്ലൈറ്റ് കൊടുത്തത് കാണാം. അത് LED-യിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടീൻ്റെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സും വന്നിട്ടുള്ളത് LED-യിലാണ്. വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷനിലേക്ക് വരുമ്പോൾ ഇത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വലിയൊരു ബ്രേക്കിൻ്റെ ഡിസ്ക് കാണാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെയായിട്ടാ നമുക്ക് ABS-ൻ്റെ ഒരു റോട്ടർ വീലും കാണാം. നമുക്ക് വണ്ടീൻ്റെ സൈഡ് വശത്തേക്ക് വരുമ്പോൾ വലിയൊരു എൻജിൻ വസ്റ്റാണ് കേട്ടോ. 348.36 CCൻ്റെ വലിയൊരു എൻജിൻ തന്നെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ആ എൻജിൻ്റെ ഹെഡിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു സൈലൻസർ അങ്ങ് പിറകിൽ വരെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ 15 ലിറ്ററിൻ്റെ ഒരു അതിവിശാലമായ ഒരു ടാങ്ക് തന്നെ അവിടെ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ ഓവറോൾ ലെങ്ത്ത് വന്നിട്ടുള്ളത് 2171 mm ആണ്. അതുപോലെ തന്നെ വിഡ്ത്ത് വന്നിട്ടുള്ളത് 782 mm ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ഓവറോൾ ഹൈറ്റ് പറയുന്നത് 1097 mm ആണ്. അതുപോലെ തന്നെ അത് നമ്മുടെ സാഡിൽ ഹൈറ്റ് പറയുന്നത് 800 mm ആണ്. പിന്നെ ഹോണ്ടേൻ്റെ സ്റ്റാൻഡേർഡ് വീൽ ബേസ് ആയ 1441 ആണ് ഇതിൻ്റെ ഒരു വീൽ ബേസ് വന്നിട്ടുള്ളത്. ഈ ഒരു മുതൽ കാണുന്ന പോലെ നല്ല വെയിറ്റുള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ മഴയാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. മഴയായതുകൊണ്ട് ഇതിൻ്റെ എൻജിൻ്റെ മേലെ ഫുള്ള് ചളി പറ്റിയിട്ടുള്ളത്. മഡ് ഗാർഡ് ഷോർട്ട് ലെങ്ത് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഫുള്ള് ചളി ഏകദേശം ഇവിടെ ഹെഡിൻ്റെ മേലെ വരെ ചളി എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കൺട്രോൾ പാനൽസിലേക്ക് വരാം. ഇവിടെയാണ് നമുക്ക് കിൽ സ്വിച്ച് പ്ലസ് വണ്ടീൻ്റെ ഇഗ്നീഷൻ, സ്റ്റാർട്ട്, സ്റ്റോപ്പ് എല്ലാം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കാണുന്ന സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹസാർഡ് ലൈറ്റ് വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ചാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വന്നാൽ ഇതാണ് നമ്മളെ ഹോണിൻ്റെ സ്വിച്ച് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഇത് എന്ന് പറയുന്നത് അറിയാലോ, ഇത് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ പാസിൻ്റെ സ്വിച്ച് വന്നിട്ടുള്ളത് ഇവിടെയാണ്. പിന്നെ റെട്രോ മോഡലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നല്ല റൗണ്ട് മിറർ വന്നിട്ടുണ്ട് 2 എണ്ണം. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലേക്ക് വരാം. കീ ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ ഹസാർഡ് ലൈറ്റ് ഓണാക്കിയതുകൊണ്ട് ഹസാർഡ് ലൈറ്റിൻ്റെ ആ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ന്യൂട്രലിൻ്റെ, ഇപ്പം വണ്ടി ന്യൂട്രലാണല്ലോ കിടക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഒരു സിഗ്നൽ കത്തിക്കിടക്കുന്നത് കാണാം. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സിഗ്നൽ ഇവിടെ കത്തിക്കിടക്കുന്നുണ്ട്. ഇത് എൻജിൻ്റെ വാണിംഗ് ലൈറ്റ് അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ABS-ൻ്റെ ആ ഒരു സിഗ്നൽ. അതുപോലെ തന്നെ ഈ ഒരു വണ്ടീൻ്റെ കീ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഡുവൽ ചാനൽ ABS വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് സെൻസർ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ള ആ ഒരു സമയത്ത്, അതായത് 2021 വന്നിട്ടുള്ള മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. വണ്ടിയുടെ പുറകുവശത്തേക്ക് വരുമ്പോൾ പക്ക ഒരു റെട്രോ സ്പോർട്സ് മോഡലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പിൻവശം നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ടെയിൽ ലാമ്പ് വന്നിട്ടുള്ളത് LED-യിലാണ്. ആ 2 ഇൻഡിക്കേറ്റർ LED-യിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഞാൻ റിവ്യൂ ആയിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. സംസാരിക്കാനായാലും കാര്യങ്ങൾക്കായാലും കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറഞ്ഞു തരണം. നമുക്കത് അടുത്ത വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ശരിയാക്കി എടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ച് നോക്കാം. അപ്പോൾ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് എൻജിൻ്റെ സ്പെക്കും അതുപോലെ തന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ കംഫർട്ടും കാര്യങ്ങളെല്ലാം എന്തായാലും സംസാരിക്കാം. NM ടോർക്കും 20.8 മുതൽ 21.1 വരെ പവറും ഔട്ട്പുട്ട് ചെയ്യുന്ന 348.36 CC സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്.
ഈ ഒരു വണ്ടിയുടെ റൈഡിങ് കംഫർട്ടിനെ പറ്റി പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചേട്ടാ. അതുപോലെ തന്നെ ബുള്ളറ്റിലെടുക്കുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും ആ ഒരു വണ്ടിയുടെ വൈബ്രേഷൻ അത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഈ ഒരു വണ്ടിയിലേക്ക് വരുമ്പോൾ വൈബ്രേഷൻ നല്ല കുറവുണ്ട്. വരാത്തതിന് ബ്രേക്കെല്ലാം അടിപൊളി ബ്രേക്കിങ്ങും കാര്യങ്ങളെല്ലാം. പിന്നെ സസ്പെൻഷൻ ഭാഗത്തേക്കെല്ലാം വരുമ്പോൾ ഭയങ്കര കംഫർട്ടാണ്. ചെറിയൊരു പോരായ്മയായിട്ടുള്ള തോന്നിയിട്ടുള്ളത് ഈ ചെറിയ മഡ് ഗാർഡ് കൊടുത്തതും ബാക്ക് വീലിൽ ഹഗ്ഗർ കൊടുക്കാത്തതും കാരണം നമുക്ക് ഈ മഴക്കാലത്തെല്ലാം വണ്ടി ഓടിച്ചു പോകുമ്പോൾ നല്ല ചളി തെറിക്കുന്നുണ്ട് മേലോട്ടേക്ക്. പോരാത്തതിന് നമ്മളെ പുറകിൽ വരുന്ന വണ്ടിക്കാർക്കെല്ലാം അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാനുള്ളൂ. ബാക്കി എല്ലാത്തിനും പറഞ്ഞാൽ വണ്ടി അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.